വിശ്വസിച്ചില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോഴും പറയില്ല ഇനിയും വിസ്മയം ഉണ്ടാവും എന്ന് പറയല്ലേ. ഇനിയും ഉണ്ടാവും. കേട്ടോ കേട്ടോ, ഇത് കേക്ക്, ഇനിയും ഉണ്ടാവും വിസ്മയം. പോരെ? അല്ല, അത് ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾ നാളെ രാവിലെ ആ തീരുമാനം പ്രഖ്യാപിക്കും. യു ഡി എഫിലെ എല്ലാ ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ചിട്ട് ആ തീരുമാനം പ്രഖ്യാപിക്കും. എന്താണ് സി പി എമ്മിൽ നടക്കുന്നത്? സി പി എമ്മിൽ നടക്കുന്നത് എന്താണ്? സി പി എം തകരുകയാണ്. നിങ്ങൾ ബംഗാളിലെ 33 വർഷത്തെ ഭരണത്തിന് ശേഷം സി പി എം തകർന്നു. 33 വർഷം എടുത്ത് അവിടെ തകരാൻ. ഇവിടെ 10 വർഷം എടുക്കുകയുള്ളൂ. ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ഒരു കാലത്തും സി പി എം നേരിടാത്ത ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ഒരു ഭരണം ഒരു പാർട്ടിയെ എത്രമാത്രം തകർത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് രാവിലെ നടന്ന കുഞ്ഞകൃഷ്ണൻ്റെ പത്രസമ്മേളനവും ഇന്ന് ശ്രീ ഗോവിന്ദൻ്റെ പത്രസമ്മേളനവും. സി പി എം നേതൃത്വം എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പാർട്ടിയെ എങ്ങനെ മുഴുവൻ അഴിമതിയാണെന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളാണ് പറയുന്നത്. നിങ്ങൾക്കറിയാലോ, ഇവരൊന്നും പറയുന്നത് അവർ മാത്രമല്ല പറയുന്നത്. ഞങ്ങൾക്കിതെല്ലാം അറിയാം. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞല്ലോ, ഒരു വർഷം മുമ്പ് പറഞ്ഞല്ലോ, പാർട്ടി പ്രവർത്തകരോടും പറഞ്ഞു, നല്ല ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ ചിരിച്ചോളാൻ പറഞ്ഞു ഇല്ലേ? അപ്പോൾ എല്ലാവരും കളിയാക്കി പറഞ്ഞാന്ന് വിചാരിച്ചാൽ അതല്ല. പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. സി പി എമ്മിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യം. ഇടതുപക്ഷ സഹയാത്രികരിൽ ഒരു 90% പേരും സി പി എമ്മായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു, ഞങ്ങളുടെ കൂടെയാണ്. ഞാനിതൊരു വിശാലമായ പ്ലാറ്റ്ഫോമാണ് യു ഡി എഫ് എന്ന് പറഞ്ഞില്ലേ. കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ കോൺഫെഡറേഷൻ മാത്രമല്ല യു ഡി എഫ്, ഇടതുപക്ഷ സഹയാത്രികർ കൂടി ഉൾപ്പെട്ട വിശാലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് യു ഡി എഫ്. വെറുതെ അല്ല ഞങ്ങൾ 30 വർഷത്തെ ഏറ്റവും വലിയ വിജയം ഈ ലോക്കൽ ബോഡിയിൽ ഉണ്ടായത്. ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ലോക്കൽ ബോഡിയിൽ കിട്ടിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഞങ്ങൾക്ക് അവരുടെ ഭാഗത്ത്, അവർക്ക് നിരന്തരമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഞങ്ങൾക്ക് ചെയ്യും. ഇത്രയും മതിയല്ലോ. ഇപ്പോ അത് മാത്രം മതിയല്ലോ. ഈ ഗവൺമെന്റിനെതിരായിട്ടും എൽ ഡി എഫിനെതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ശ്രീ ഗോവിന്ദൻ നടത്തിയേക്കുന്ന പത്രസമ്മേളനം മാത്രം മതിയല്ലോ. അതിനേക്കാൾ കൂടുതലൊന്നും വേണ്ടല്ലോ. എല്ലാത്തിനും ഈ കാണിക്കുന്ന വൃത്തികേടുകൾക്കെല്ലാം അദ്ദേഹം കൊട പിടിച്ചു കൊടുക്കുന്നു. കംപ്ലീറ്റ് ആയിട്ട് പാർട്ടിയിൽ നടക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൊട പിടിച്ചു നടക്കുന്നു. ആന്തൂർ സാജന്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായ ഒരാളെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയെന്നാണ് പറഞ്ഞത്. ഞങ്ങളും പറഞ്ഞത് അത് തന്നെയാണ്. അപ്പോൾ പാർട്ടിക്കകത്തുള്ള മുതിർന്ന നേതാക്കൾ എത്രയോ വർഷം, 25 വർഷമല്ലേ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് പറഞ്ഞത് അല്ലേ? അയാളെ ചങ്ക് താർന്നിട്ടാണ് അയാൾ സംസാരിച്ചത്. ഇത് കേരളത്തിൽ ഉടനീളം സി പി എമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അമ്പലപ്പുഴയിലെ ഏറ്റവും സീനിയർ നേതാവ്, പാലക്കാട് എത്ര പേര്, VS അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായ സുരേഷ് അല്ലേ? നാളെ കോൺഗ്രസ് ചേരുകയാണ് സുരേഷ്. കോൺഗ്രസ് ചേരുകയാണ് സുരേഷ്. VS അച്യുതാനന്ദന്റെ മകനെ പോലെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്ന ശ്രീ സുരേഷ് കോൺഗ്രസ് ചേരുകയാണ് നാളെ. അത് നമുക്ക് ആലോചിക്കാം. അത് സീറ്റ് പ്രഖ്യാപിക്കുമ്പോൾ പറയാം. എന്റെ കാര്യം പോലും ആയിട്ടില്ല. അപ്പോഴാണ് ജോലി. അല്ല, അതല്ല, അതൊക്കെ ഇനി എന്താവുന്നേ. നിങ്ങളോട് വിസ്മയം എന്നുള്ള വാക്ക് ഉപയോഗിച്ചപ്പോൾ നിങ്ങളിൽ എല്ലാവരും അല്ല, കുറച്ചുപേരൊക്കെ എന്നെ പരിഹസിച്ച്. ഇപ്പൊ മനസ്സിലായില്ല ഇപ്പൊ എത്ര വിസ്മയങ്ങളായി കേരളത്തില്. ഏതാ വരട്ടെ. അല്ല, അദ്ദേഹമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹമായിട്ട് ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്, നല്ല കാര്യത്തിലാണ്. അദ്ദേഹമായിട്ട് കൂടി ആലോചിച്ചിട്ട് ഉള്ള കാര്യം അല്ല അദ്ദേഹമായിട്ട് നമ്മൾ ആലോചിച്ചു. ഞങ്ങൾ കാര്യങ്ങൾ, അദ്ദേഹം ഇവിടെ വന്നു, നമ്മളെ കണ്ടു. നമുക്കത് ഞങ്ങൾ അവിടുത്തെ ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചിട്ടല്ലേ ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. അദ്ദേഹമായിട്ട് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നമല്ല. CPI-യിലുണ്ടായ വിഷയം അതിലൊന്നും, CPI-യിലൊന്നും ഉണ്ടായ വിഷയത്തിൽ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് നേരത്തെ ദേഷ്യം വന്നു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റിനെയും ഇവിടെ വന്ന് ഞങ്ങൾ നേതാക്കൾ ഒരുമിച്ച് കാണാൻ പോയപ്പോഴേക്കും ഇതിൽ തർക്കമാണ് സീറ്റിന്റെ എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ കൊടുത്ത്. തെറ്റാണത്. അങ്ങനത്തെ വാർത്തകൾ അല്ല. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ലേ, ഞാൻ പറഞ്ഞല്ലോ കാര്യം. ഇനി അത് ചോദിക്കല്ലേ, ആളില്ലല്ലോ. നമുക്ക് ഇത് അല്ല, അദ്ദേഹത്തിന് സുഖമില്ലാത്തതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് വരാത്തത്. എങ്ങനെ? അത് DCC ഓഫീസിൽ വെച്ചാണ്. DCC പ്രസിഡന്റ് അദ്ദേഹത്തിന് അംഗത്വം കൊടുത്ത് അത് സ്വീകരിക്കും. അത് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരാൾക്ക് സുഖമില്ലാതായ അത് നിങ്ങൾ അങ്ങനെ ഇതാക്കല്ലേ ഒരാൾ. അല്ല, അത് വരട്ടെ. അത് എന്റെ കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നേ. നിങ്ങൾ സുരേഷിന്റെ കാര്യം, എന്റെ കാര്യം എന്തായെന്ന് ചോദിക്കും.